പിറ്റേന്ന് നേരം വെളുത്തതും ആദിയുടെ കാലിൽ മുറിവായത് എല്ലാവരും അറിഞ്ഞു. അതോടെ ഷാ അവളെ പൊക്കി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. രാത്രി തന്നെ പറയാത്തതിന് കുറേ ചീത്തയും പറഞ്ഞാണ് കൊണ്ടുപോയത്. കല്യാണം പ്രമാണിച്ച് ഇന്ന് തന്നെ എല്ലാവരും തറവാട്ടിലേക്ക് പോകും. വീട്ടിലുള്ള എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ ഇന്നാണ് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ആദിയുടെ വീട്ടിൽ ഒത്തുകൂടി. പുരുഷജനങ്ങൾ കൂടി എത്തുന്നതോടെ എല്ലാവരും ആദ്യം ഷോപ്പിംഗ്, അത് കഴിഞ്ഞ് നേരെ തറവാട്ടിലേക്ക്. ഷായും ആദിയും ഇറങ്ങിയതിന് പിറകെ ഹാഷിയും അവൻ്റെ ഒരു സുഹൃത്തിനെ കാണാനായി ഇറങ്ങി. എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ച് ഹനയും അബിയുടെ വീട്ടിലേക്ക് പോയി. അവള് വന്നാൽ ഇത് സ്ഥിരമായതിനാൽ ആരും അതത്ര കാര്യമാക്കിയില്ല. അബി വീട്ടിലില്ല എന്നുറപ്പിച്ചായിരുന്നു അവൾ അങ്ങോട്ട് പോയത്. ഹാഷിക്ക. പാർക്കിലെ കോർണർ ബെഞ്ചിലിരിക്കുന്ന ഹാഷി തിരിഞ്ഞു നോക്കി. വിടർന്ന കണ്ണുകളും കുഞ്ഞുമുഖവുമുള്ള ഒരു സുന്ദരി കുട്ടി. ഒറ്റ നുണക്കുഴി കാണിച്ചുള്ള അവളുടെ പുഞ്ചിരിയിൽ എന്തോ വേദന ഒളിഞ്ഞിരിക്കുന്നു എന്ന് അവന് തോന്നി. ഓമനത്തം തുളുമ്പുന്ന മുഖത്തേക്ക് അവൻ കുറച്ചുനേരം നോക്കി നിന്നു. അപ്പോഴേക്കും അവൾ അവനടുത്തായി വന്നിരുന്നു. എന്താ നിനക്ക് വേണ്ടത് നസീന? ഇന്നത്തോടെ നിനക്ക് പറയാനുള്ളതെല്ലാം കഴിയണം. ഇനി എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത്. ഗൗരവത്തോടെ ഒട്ടും മയമില്ലാതെ അവൻ അവളോട് പറഞ്ഞു. എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാ ഞാനിങ്ങനെ വിളിക്കുന്നത്. ശല്യം ആവണമെന്ന് കരുതിയിട്ടില്ല. കാക്കു ഇപ്പോൾ ആരോടും മിണ്ടാറില്ല, വീട്ടിലേക്കും വരാറില്ല. പുറത്തൊരു ഫ്ലാറ്റ് എടുത്തിട്ടാണ് താമസിക്കുന്നത്. എൻ്റെ വീടിപ്പോൾ ഉറങ്ങിയ പോലെയാ, ഒരു സന്തോഷവുമില്ല. അതിന് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഹാഷിയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു നിന്നിരുന്നു. ഹാഷിക്കാൻ്റെ ദീതുവിനോട് ഒന്ന് പറയോ എൻ്റെ കാക്കുവിന് ഒരു ചാൻസും കൂടി കൊടുക്കാൻ? എനിക്ക് അവൻ്റെ സങ്കടം കാണാൻ വയ്യാത്തത് കൊണ്ടാ. ഒരിക്കലുമില്ല, നിൻ്റെ കാക്കുവിന് മാത്രമേ സങ്കടമുള്ളൂ. അന്ന് ദീതുവിന് എന്ത് പറ്റിയെന്നറിയാതെ വിഷമിച്ചു. ഒരു പ്രതീക്ഷയുമില്ലാതെ ഇരിക്കുമ്പോഴാണ് നിന്റെ വീട്ടുകാർ വന്ന് അത്രയും പറഞ്ഞത്. ഫിറുവിന് സംഭവിച്ചതിന് പോലും അവർ ദീതുവിനെയാണ് പഴിചാരിയത്. അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് എങ്ങനെയാണ് ദീതുവിനെ പറഞ്ഞയക്കുന്നത്? അവളെടുത്ത തീരുമാനം തന്നെയാണ് ശരി. അതിൽ ഞാനും അവളോടൊപ്പം തന്നെയാണ്. പ്ലീസ് ഹാഷിക്ക, അന്നത്തെ കാര്യത്തിൽ കാക്കുവിന് യാതൊരു പങ്കുമില്ല. എല്ലാം ഞങ്ങളുടെ അമ്മായിയും ഭർത്താവും ഒപ്പിച്ച പണിയാണ്. അവർക്ക് കാക്കുവിനെ അവരുടെ മകളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. അവരാണ് ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിൽ സംശയമുണ്ടാക്കിയത്. പക്ഷേ ഇപ്പോൾ അവർക്ക് രണ്ടാൾക്കും അതിൽ നല്ല കുറ്റബോധമുണ്ട്. ഇനി അവർക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല സീന. എനിക്ക് ഈ കാര്യത്തിൽ തന്നെ സഹായിക്കാനാവില്ല. അതും പറഞ്ഞ് ഹാഷി പോവാനായി എഴുന്നേറ്റതും സീന താഴെയിരുന്ന് അവൻ്റെ കാലിൽ പിടിച്ചു. പ്ലീസ്, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകാതെ ഞങ്ങൾ നോക്കിക്കോളാം. എൻ്റെ വീട്ടിലെ സന്തോഷം പഴയ പോലെ തിരിച്ചു കിട്ടാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. എന്നെ സഹായിക്കണം. ഏയ് സീന, എന്താ ഈ ചെയ്യുന്നത്? എഴുന്നേൽക്ക്, ആളുകൾ ശ്രദ്ധിക്കുന്നു. അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ബെഞ്ചിലിരുത്തി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവന് അവളോട് വല്ലാത്ത സഹതാപം തോന്നി. താൻ കരുതുന്ന പോലെയല്ല. ഫിറുവിനെ വേണ്ട എന്നുള്ളത് ദീതുവിൻ്റെ തീരുമാനമാണ്. അതെങ്ങനെ മാറാനാ? അവൻ ശബ്ദത്തിൽ സൗമ്യത വരുത്തി അവളോട് പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ ഹാഷിക്കാനെ കാണാൻ വന്നത്. ദീതു ഒരു തീരുമാനമെടുത്താൽ അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ഹാഷിക്ക വിചാരിച്ചാലേ കഴിയൂ എന്ന് കാക്കു എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പറയോ എൻ്റെ കാക്കുവിനോട് ക്ഷമിക്കാൻ? പ്ലീസ്. കണ്ണീർ തുടച്ച് പറയുന്നവളെ നിരാശപ്പെടുത്താൻ അവന് തോന്നിയില്ല. നോക്കാ സീന, അതൊരു അടഞ്ഞ അധ്യായമാണ്. എങ്കിലും ഞാൻ നീ പറഞ്ഞതൊക്കെ ദീതുവിനോട് പറയാം. ഫിറുവിനെ സ്വീകരിച്ചില്ലെങ്കിലും അവൾ അവനെ കണ്ട് സംസാരിച്ചോളും. എല്ലാം ശരിയാവും. താൻ സങ്കടപ്പെടേണ്ട. അവൾ കണ്ണു തുടച്ച് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. നീ എങ്ങനെയാ വന്നത്? തിരിച്ച് ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, ഫ്രണ്ട്സ് ഉണ്ട് കൂടെ. ഞാൻ പൊക്കോളാം. അവൻ അവൾ പോകുന്നതും നോക്കി നിന്നു. ഹാഷി വീട്ടിലെത്തിയതും ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് കയറി. അത് കണ്ട ഹന വേഗം വന്ന് അവൻ്റെ ഫോൺ എടുത്ത് വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് അബിക്ക് മെസ്സേജ് അയച്ചു. താഴെ ഹാളിലായി അബി വരുന്നതും കാത്തുനിന്നു. അബി വന്നതും നേരെ ഹാഷിയുടെ റൂമിലേക്ക് പോകാനൊരുങ്ങി. പക്ഷേ അതിനു മുൻപ് ഹാളിൽ നിന്ന് ഹന പുണർന്ന് അവൻ്റെ പുറത്ത് മുഖം ചേർത്ത് നിന്നു. അബി ഒന്ന് ഞെട്ടി. പെട്ടെന്ന് തന്നെ അവളുടെ കൈകൾ പിടിച്ചു അവൻ മുന്നിലേക്ക് വലിച്ചു. ഹനയെ കണ്ടതും അവന് ദേഷ്യം കൊണ്ട് വിറച്ചു. എന്താ നീ ചെയ്യുന്നത് ഹന? അവളെ സോഫയിലേക്ക് തള്ളിയിട്ട് അവൻ അലറുകയായിരുന്നു. ശബ്ദം കേട്ട് എല്ലാവരും ഹാളിലേക്ക് വന്നു. അത് തന്നെയായിരുന്നു ഹനയ്ക്കും വേണ്ടിയിരുന്നത്. എന്താടാ, എന്ത് പറ്റി? മുകളിൽ നിന്നും ഇറങ്ങി വന്ന ഹാഷി അബിയോട് ചോദിച്ചു. ഡി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ പിറകെ നടക്കരുത് എന്ന്. ഇനി ഇമ്മാതിരി വേലത്തരമായി എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. ഹാഷിയെ ശ്രദ്ധിക്കാതെ ദേഷ്യത്തിൽ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി അബി പറഞ്ഞു. വരും, ഞാൻ ഇനിയും വരും. എനിക്ക് നിന്നെ ഇഷ്ടമാണ് അബി. നീ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ ഞാൻ പിന്മാറില്ല. ഹന, എന്തൊക്കെയാടി നീ പറയുന്നത്? ഹനയെ പിടിച്ചു വലിച്ച് അവളുടെ ഉമ്മ അവളോട് ചോദിച്ചു. അവന് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് അവൻ മുൻപേ പറഞ്ഞതല്ലേ? പിന്നെയും നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഹാഷി അവൾക്ക് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞു. അബിയെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് അവന് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയോ?
എന്തുകൊണ്ടാ അവൻ എന്നെ സ്നേഹിക്കാൻ പറ്റാത്തത് എന്നറിയോ നിനക്ക്? ഹാഷിയുടെ നെഞ്ചിൽ തള്ളിക്കൊണ്ട് ദേഷ്യത്തോടെ അവൾ ചോദിച്ചു. പ്രണയമാണ് അവന്. ആരോടെന്നറിയോ? ഇത്തയോട്, നിന്റെ ദീതുവിനോട്. അനാവശ്യം പറയുന്നോ? എനിക്ക് ദീ എങ്ങനെയാണോ അതുപോലെയാണ് അവനും. ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന ഹാഷിയെ സെബീന പിടിച്ചു വെച്ചു. അടികൊണ്ട് താഴെ വീണ ഹന വാശിയോടെ എഴുന്നേറ്റു. ഞാനാണോ അനാവശ്യം പറയുന്നത്? ചോദിക്ക്, അവനോട് ചോദിക്കുന്നേ. ഇത്തയെ പെങ്ങളായാണോ കാണുന്നത് എന്ന് അവനോട് ചോദിക്ക്. അവൾ ചീറുകയായിരുന്നു. അഭി സ്തബ്ധനായി നിന്നുപോയി. ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്. എല്ലാവരും ഒരു നാൾ എല്ലാം അറിയും എന്നറിയാമായിരുന്നുവെങ്കിലും അതൊരിക്കലും ഇങ്ങനെയാവണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നില്ല. ഒരു കുറ്റവാളിയെപ്പോലെ ഇവർക്ക് മുന്നിൽ നിൽക്കേണ്ടി വരും. എല്ലാത്തിനുമുപരി ആദിയുടെയും ഹാഷിയുടെയും മുന്നിൽ. ആരുടെ കണ്ണിലാണോ തന്നോടുള്ള വെറുപ്പ് കാണാൻ തനിക്ക് സാധിക്കാത്തത് അവരുടെ മുന്നിൽ. പക്ഷേ ഇവൾ ഇതെങ്ങനെ അറിഞ്ഞു? എല്ലാം തൻ്റെ കൈവിട്ടു പോകുമെന്ന് അഭി അറിയുന്നുണ്ടായിരുന്നു. അഭി, പറയടാ, അവളുടെ മുഖത്ത് നോക്കി പറ, ദീ നിനക്ക് ആരാണെന്ന്. ഹാഷി പുച്ഛത്തോടെ ഹനയെ നോക്കി അഭിയോട് പറഞ്ഞു. കുറച്ചു നേരമായും അഭി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് എല്ലാവരും ഞെട്ടലോടെ അവനെ നോക്കി. അഭി! തല കുനിച്ച് നിൽക്കുന്ന അഭിയെ കണ്ട് വിശ്വാസം വരാതെ ഹാഷി വിളിച്ചു. അവൻ പറയില്ല, ഒന്നും പറയില്ല. പക്ഷെ ഞാൻ കാണിച്ചു തരാം അവന് ഇത്തയോടുള്ള ഭ്രാന്ത്. അതും പറഞ്ഞ് ഹന അകത്ത് പോയി കുറേ ഡ്രോയിങ്സ് എടുത്തു വന്നു. ദാ നോക്ക്, എല്ലാം ഇവൻ വരച്ചതാ. അതിൽ എഴുതിയിരിക്കുന്നത് നോക്ക്, എല്ലാം അവൻ്റെ പ്രണയമാണ്. അതും പറഞ്ഞ് അവൾ അതെല്ലാം എറിഞ്ഞുകൊടുത്തു. താഴെ വീണ് ചിതറിക്കിടക്കുന്ന ആദിയുടെ ചിത്രങ്ങളിലൂടെ എല്ലാവരും കണ്ണോടിച്ചു. ജീവൻ തുടിക്കുന്നത് പോലെ വരച്ചു വെച്ചിരിക്കുന്നു. അതിൽ എഴുതിയിരിക്കുന്ന വരികളിലൂടെ അവളോടുള്ള പ്രണയം എത്ര തീവ്രമാണെന്ന് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. കണക്കായിപ്പോയി. അന്നേ ഞാൻ പറഞ്ഞതല്ലേ ഇവനെയൊക്കെ നിർത്തേണ്ടിടത്ത് നിർത്തണമെന്ന്. അപ്പോൾ എല്ലാവരും കൂടി തലയിൽ കയറ്റി വെച്ചു. ഇപ്പോൾ എന്തായി? പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തിയില്ലേ? അനുഭവിച്ചോ? പറഞ്ഞാൽ അനുസരിക്കാത്തത് കൊണ്ടല്ലേ? അനുഭവിച്ചോ? ഉമ്മുമ്മ പറയുന്നത് കേട്ട് സെബീന തെറ്റ് ചെയ്തതുപോലെ തളർന്നിരുന്നു. അവളുടെ മുഖം കണ്ട് നെഞ്ചു പൊടിയുന്നത് പോലെ തോന്നി അഭിക്ക്. കേട്ടതും കണ്ടതും ഒന്നും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയായിരുന്നു ഹാഷി. കൂടെ പിറപ്പിനെ പോലെ കണ്ടവൻ ചതിച്ചു എന്ന് തന്നെ അവൻ കരുതി. ഇതെല്ലാം ദീ അറിഞ്ഞാൽ അതോർക്കുമ്പോഴാ അവൻ്റെ തല പിരിക്കുന്നുണ്ടായിരുന്നു. ഹാഷി! അഭി അവൻ്റെ തോളിൽ കൈവച്ചതും അവനത് ശക്തിയിൽ തട്ടിമാറ്റി. തിരിഞ്ഞ് അഭിയുടെ കോളറിൽ പിടിച്ച് ചുമരിനോട് ഇടിച്ചു ചേർത്തു. ഹാഷി, ഞാൻ പറയട്ടെ? വേണ്ട, പറയാൻ നിനക്ക് ഇത്രയും കാലം സമയമുണ്ടായിരുന്നു. അഭി! എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇനി നീ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. എൻഗേജ്മെൻറ്റിന് തലേ ദിവസം നീയാണോ ദിയെ കൊണ്ടുപോയത്? പറയടാ. അതെ, ഞാൻ തന്നെയാ കൊണ്ടുപോയത്. അവളെ നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ലായിരുന്നു. എൻ്റെ ഇഷ്ടം ഇതുവരെ ആരോടും പറയാതെ ഇരുന്നത് തെറ്റായിരിക്കാം. പക്ഷേ അവളെ ഞാൻ സ്നേഹിച്ചത് എനിക്ക് തെറ്റായി തോന്നുന്നില്ല. സ്നേഹവും കരുതലും വാത്സല്യവും എല്ലാം ഞാൻ അറിഞ്ഞത് അവളിൽ നിന്നാണ്. ആ അവളെ എന്നും എൻ്റെ കൂടെ നിർത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് എങ്ങനെയാണ് തെറ്റാവുന്നത്? ഹാഷിയുടെ കൈ തട്ടിമാറ്റി അഭി വീറോടെ പറഞ്ഞു. ഹാഷിയുടെ ഓർമ്മയിൽ അന്നത്തെ ദിവസം കടന്നുപോയി. എല്ലാവരും അനുഭവിച്ച ടെൻഷൻ. എല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അഭി തന്നോട് പെരുമാറിയത്. അങ്ങനെയെല്ലാം. അവൻ ദേഷ്യത്തിൽ അഭിയെ നോക്കിയതും ഒരു കൈ ശക്തിയിൽ അഭിയുടെ മുഖത്ത് പതിഞ്ഞിരുന്നു. സെബീന! എല്ലാവരും പകപ്പോടെ അവളെ നോക്കി. ഇത്രയും ദേഷ്യത്തിൽ അവളെ ആദ്യമായാണ് കാണുന്നത്. അഭി എന്തോ പറയാൻ ശ്രമിച്ചതും അതിന് അനുവദിക്കാതെ അവൻ്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടന്നു. പോ, ഇവിടുന്ന് നിന്നും പോ. ഇത്രയും കാലം നിന്നെ ഞാൻ എൻ്റെ മോനെ പോലെയാണ് കണ്ടത്. ആ നീ തന്നെ ഇങ്ങനെ ചെയ്തുവല്ലോ. ആ ഒരു ദിവസം ഞങ്ങൾ അനുഭവിച്ച പേടിയും വേദനയും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഇനി നിന്നെ ഇവിടെ ആർക്കും കാണണ്ട. നീ ഇനി ഇങ്ങോട്ട് വരികയും ചെയ്യരുത്. പോടാ. അവനെ മുറ്റത്തേക്ക് തള്ളിക്കൊണ്ട് സെബീന പറഞ്ഞു. അഭി വേദനയോടെ ഹാഷിയുടെ മുഖത്തേക്ക് നോക്കി. പക്ഷേ അവൻ മുഖം തിരിച്ചു കളഞ്ഞു. ഹൃദയത്തോടടുത്തവർ ചെയ്യുന്ന തെറ്റ് മനസ്സിൽ ആഴത്തിൽ മുറിവുണ്ടാക്കും. പിന്നെ ഒന്നും പറയാതെ അഭി അവിടെ നിന്നും തൻ്റെ വീട്ടിലേക്ക് പോയി. അവൻ്റെ മനസ്സ് വല്ലാതെ തളർന്നിരുന്നു. ജീവിതം അവസാനിച്ചതുപോലെ തോന്നി അവന്. റൂമിലെത്തിയതും അതുവരെ പിടിച്ചുവെച്ച സങ്കടം ഒരു അലർച്ചയായി പുറത്തു വന്നു. അഭി പോകുന്നത് കണ്ട് ഹനയുടെ ചുണ്ടിൽ എല്ലാം നേടിയ ഒരു ചിരി വിടർന്നു. ഇത്തായുടെ കാര്യത്തിൽ അഭിയെ തടയാൻ കഴിയുന്നവർ മുത്തുമ്മയും ഹാഷിയുമാണ്. അതിനു വേണ്ടിയാണ് മനഃപൂർവ്വം ഇങ്ങനെയൊരു സീനുണ്ടാക്കിയത്. അവൻ പറയുന്നതിന് മുൻപ് അവർ അവൻ്റെ പ്രണയം അറിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അഭി ചതിച്ചതായേ അവർക്ക് തോന്നൂ. ഇനി കാര്യങ്ങൾ ഇത്ത കൂടി അറിഞ്ഞാൽ പിന്നെ എനിക്ക് വേണ്ടി ഇത്ത അവനെ കൺവിൻസ് ചെയ്യും. അതോടെ നീ എനിക്ക് സ്വന്തമാകും അഭി. അഭി അവൻ്റെ വീട്ടിലേക്ക് പോയതും ഗേറ്റ് കടന്ന് ഷായുടെ കാറ് വന്ന് നിന്നു. അതിൽ നിന്നും ഷാക്കൊപ്പം ആദിയും ഇറങ്ങി. കാലിലെ മുറിവിന് ആഴമുണ്ടായിരുന്നതിനാൽ സ്റ്റിച്ചിട്ട് ഡ്രസ് ചെയ്തിരുന്നു. പതിവില്ലാതെ എല്ലാവരും ഉമ്മറത്ത് നിൽക്കുന്നത് കണ്ടതും അവർ എന്താണെന്ന് അന്വേഷിച്ചു. അവർ പറയുന്നത് കേട്ട് ആദിയുടെ മുഖം മാറാൻ തുടങ്ങി. അവൾ ടെൻഷനോടെ ഷായ്ക്ക് നേരെ തിരിഞ്ഞു. വാപ്പി, അഭി.
നീ ചെല്ല് അവൻ്റെ അടുത്തേക്ക് വേഗം. അത് കേട്ടതും കാലിലെ മുറിവ് പോലും വകവയ്ക്കാതെ ആദി അഭിയുടെ വീട്ടിലേക്ക് ഓടി. ഗേറ്റിനടുത്തെത്തിയത് അഭിയുടെ കാർ ചീറിപ്പാഞ്ഞ് പുറത്തേക്ക് പോകുന്നത് കണ്ട് അവൾ തിരിഞ്ഞു വന്നു. ഷായുടെ കാറെടുത്ത് അവനു പിറകെ പോയി. പക്ഷെ അവൾക്ക് അവൻ്റെ കാറ് കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും അവൻ എങ്ങോട്ടാണ് പോവുക എന്നവൾക്ക് അറിയാമായിരുന്നു. അവൾ ആ ചെറിയ വീട് ലക്ഷ്യമാക്കി പോയി. മനസ്സിലെ സംഘർഷം മുഴുവൻ കാലിലെ ആക്സിലേറ്ററിൽ തീർക്കുന്നുണ്ടായിരുന്നു അഭി. നഷ്ടപ്പെടുത്താൻ വയ്യ അവളെ, അതുപോലെ തന്നെ ഹാഷിയെയും. അവരില്ലാതെ ഞാനില്ല. കുറച്ചു നേരമെങ്കിലും ഒറ്റയ്ക്കിരിക്കണം എൻ്റേതായ ലോകത്ത്. ഇനി എന്തു തന്നെ സംഭവിച്ചാലും ആരൊക്കെ എതിർത്ത് നിന്നാലും നീ എനിക്കുള്ളതാണ് ആദി. അതിൽ മാറ്റമില്ല. ഓരോന്നോർത്തുകൊണ്ട് മെയിൻ റോഡിൽ നിന്നും പോക്കറ്റ് റോഡിലേക്ക് കയറിയതും എതിരെ വന്ന ലോറി അവൻ്റെ കാറിനെ ഇടിച്ചു തെറിപ്പിച്ചു. റോഡിൽ നിന്ന് മലക്കം മറിഞ്ഞ വണ്ടി അടുത്തുള്ള ഒരു മരത്തിൽ ഇടിച്ചു നിന്നു. പുറത്തേക്ക് തെറിച്ചു വീണ അഭിയുടെ മുഖമാകെ രക്തം പടർന്നു. അവൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുമ്പോൾ അവൻ അവസാനമായി കണ്ടത് തന്നിലേക്ക് ഓടിയടുക്കുന്ന ആദിയെയായിരുന്നു. ആ കാഴ്ച ആ സമയത്തും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർത്തി.